ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ രണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള NCP, കോൺഗ്രസ് ഇവ എന്തുകൊണ്ടാണ് യോജിച്ച് പ്രവർത്തിക്കാത്തത്? അതായത് ഇവ കേന്ദ്രത്തിൽ പോയാൽ ഇന്ത്യ സഖ്യമാണ്, ഇവ ഉയർത്തുന്ന ഡിമാൻഡുകൾ സെയിം ആണ്, എന്നാൽ ഇവ യോജിച്ച് പ്രവർത്തിക്കില്ല. ഇനി അതായത് അതിനിപ്പോ നമുക്ക് കുറെ കൂടി ബൈലക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഡോക്ടർ കോയ PMC കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ കോയ PMC കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യം എല്ലാവരും ഇപ്പൊ എന്താ അവിടെ കൂടെ കണ്ടംപററി ആയിട്ടുള്ള ആളുകളും ഡോക്ടർ കോയും PMC തന്നെ പൊതുപ്രവർത്തകരും നാടിനു വേണ്ടി പ്രവർത്തിച്ചവരും പ്രവർത്തിക്കുന്നവരുമായിരുന്നു. പക്ഷേ ക്രമേണ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ കടന്നു വേണ്ടില്ല PMC തോപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു കൂട്ടരും ഡോക്ടർക്ക് ഒരിക്കലും MP ആകുമ്പോൾ ഒരു ലക്ഷ്യത്തോടെ വേറൊരു കൂട്ടരും കൂടി പ്രവർത്തിച്ചു തുടങ്ങിയ ആ ഒരു മത്സരം അതിപ്പോ ഒരു തെറ്റോ ശരിയോ എന്നുള്ളതൊന്നും അതിനെ പോകരുത്. പക്ഷെ ഈ ഒരു മത്സരം കടുപ്പാൻ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ഇവ തമ്മിൽ മാത്രമാണ് ഒരു രാഷ്ട്രീയം നടക്കേണ്ടത്. വേറെ ഒരു പൊതുവായിട്ടൊരു സംഭവം ഉണ്ടായില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഫൈസൽ സപ്പോർട്ടറെ കൂടെ ഫൈസലെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഫൈസൽ എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ് മൂന്നാമത്തെ സെന്റൻസിൽ മൂപ്പർ പറയാന് നിങ്ങൾക്ക് ഹംദുള്ളയെ പറ്റി എന്നോട് നിങ്ങൾ ഹംദുള്ള അങ്ങനെ ചെയ്ത് കേട്ടിയാ അല്ലെങ്കിൽ ഹംദുള്ള അങ്ങനെ ചെയ്തില്ല. അത് സെയിം തന്നെ ഹംദുള്ള സപ്പോർട്ടറുടെ വിഷയം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ സെന്റൻസ് ആണ് ഫൈസലെ പറ്റി പറയുന്നത്. അതായത് ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം പറഞ്ഞില്ലാതെ നിലനിൽപ്പില്ല എന്നുള്ള രീതിയിലാണ് ലക്ഷദ്വീപ് രാഷ്ട്രീയം മുന്നിലേക്ക് പോകുന്നത്. സത്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇത് എപ്പോ പറഞ്ഞാൽ അവ അടുത്തോളം കുറ്റം പറയും. എന്നാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിലും ചില പോയിന്റുകളിൽ ചില നിർണായക പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെയും ഇവ യോജിക്കും. ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപിലെ പ്രശ്നത്തിൽ കേരള നിയമസഭ ഒറ്റടിക്ക് എല്ലാവരും ഒരുമിച്ചാണ് പ്രമേയം പാസാക്കിയത്. ശരിക്ക് ഇപ്പൊ ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. എന്നല്ല വളരെ വലിയൊരു പ്രതിസന്ധി നേരിടേണ്ട ഒരു സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിൽക്കൊണ്ടായ നാക്കുറപ്പുണ്ട് എന്നല്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എന്തൊക്കെ നടക ശരിയാണ്. ഒരു പരിധി വരെ ഇപ്പൊ ഇനി വേണ്ട അടുത്ത ഇലക്ഷൻ വരെയുള്ള 5 കൊല്ലവും ഇവ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്ക് കാട്ടാനെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നൽകാനെങ്കിലും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൈക്കൽ നമുക്ക് ഒരുമിച്ച് ചൂടായ ശരിക്കും ലക്ഷദ്വീപുകാർക്ക് അങ്ങനെ ഒരു ഒരുമിപ്പാങ്ങാത്തിന് വേറെ പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സന്തോഷ് ട്രോഫിക്ക് ലക്ഷദ്വീപിലെ ടീം കളിപ്പാമുണ്ട്. അപ്പൊ ലക്ഷദ്വീപിൽ എല്ലാവർക്കും ഒരുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടീമായിട്ടായിരുന്നു. ഇപ്പൊ മുബസ്സിറ മുഹമ്മദ് ഇന്റർനാഷണൽ മെഡൽ നേരിടുന്നുണ്ട്. എല്ലാവരും ഒപ്പിച്ച് സ്വീകരിപ്പാമുണ്ട്. അങ്ങനെ ഇപ്പൊ കേരളത്തിലെല്ലാം ഇന്റർനാഷണലി പുറത്തുമ്പോ അവർക്ക് അവളെ ഹീറോസ് എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കൂടാതെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരല്ലാതെ തന്നെ അവർക്ക് വേറെ ഹീറോസ് ഉണ്ട്. പക്ഷേ ലക്ഷദ്വീപ് അങ്ങനെ ഉണ്ടാകൽ വളരെ കുറഞ്ഞ ആൾക്കാരാണുള്ളത്. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എപ്പോഴും ഒന്നിച്ച് നിൽക്കാനുള്ള ടെൻഡൻസി കുറയേണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യം നാം മനസ്സിലാക്കിയെന്ന് കഴിഞ്ഞാൽ ലക്ഷദ്വീപില് ഈ അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനി പോലെയാണ്. അത് കഴിഞ്ഞ 75 വർഷമായി ഏകാധിപത്യ ഭരണത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സംശയമാണ് തമ്മിൽ ഈ പാർട്ടിക്കാരനാവുമല്ലോ, എനിക്ക് വേണ്ടി പണിയെടുക്കണ്ടാവല്ലോ, MP ആകാൻ കൊതിയുള്ളവനാവല്ലോ, അല്ലെങ്കിൽ മറ്റേ നേതാക്കൾക്ക് പറയണ്ടാവല്ലോ. അങ്ങനെ തമ്മിൽ ഫുൾ ഡൗട്ടാണ്. ആരിപ്പോ എന്തെന്നല്ല ഇപ്പൊ വളരെ അടുത്ത ചങ്ങാതി ഇതുപോലെ ഒരു വലിയ കളക്റ്റീവ് മീറ്റിംഗ് ടൈംസ് നാപ്പ കവരത്തെത്തിനെ കേട്ടെ എങ്ങനെ ഉണ്ടായ മീറ്റിംഗ് എല്ലാം എന്നെ പറയാൻ ഇതൊരു അധോലോകം പോലെ നടന്നുകൊണ്ട്. അതായത് എല്ലാരും ഒപ്പിച്ച് തയ്ക്കണ്ടെങ്കിലും അങ്ങേ സംശയമാണ് ബേനം കവറിയുവാന്നുള്ളത്. അപ്പൊ സത്യത്തിൽ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് മാറേണ്ട സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു ശ്രമം നടത്താൻ ഉദ്ദേശിക്കേണ്ടത്. അതായത് 4 ആൾക്കാരുണ്ട്. വലിയ ആൾക്കാരല്ല, സാധാരണക്കാർ എല്ലാരെയും വിളിക്കും. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിക്കും. ഒരു ലെവൽ വിട്ട് പേരൊക്കെയുള്ള നേതാക്കന്മാരെ, സ്റ്റുഡൻസ് ലീഡേഴ്സിനെ, ഈ പ്രതിനിധികളെ, MP മുൻ MP എല്ലാവരും വിളിക്കും. ഒരു മീറ്റിംഗ് എങ്കിലും ഒപ്പിച്ച് ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നെ ഈ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത്. അവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. ഇതൊരു ശ്രമമാണ്. ചിലപ്പോ പരാജയപ്പെടില്ല, ചിലപ്പോ വിജയിക്കില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ ശ്രമിപ്പാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ മെയിനായിട്ട് പറയേണ്ട ഒരു വിഷയം എന്ന് കഴിഞ്ഞാൽ അങ്ങേ അതായത് ഓനങ്ങിയിരിപ്പാങ്ങ അങ്ങനെ പറഞ്ഞ് തങ്ങളവിടെ കേസ് കൊടുത്ത മറ്റേ മറിച്ച്. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞാണ് പറയാനുള്ളത്, നഫ്രത് കെ ബാസാർ മേ മുഹബത്ത് കി ദുഖാൻ. അതായത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട. അപ്പൊ ഇപ്പൊ വെറുപ്പിന്റെ കമ്പോളം ലക്ഷദ്വീപിലൂടെ നമ്മ വാട്സപ്പ് ഗ്രൂപ്പുകളും നമ്മ പൊതു ഇടങ്ങളിലും തമ്മിൽ തെറിയും പറഞ്ഞ് തന്തക്ക് വിളിച്ച് ഇനി പറയാനുള്ള ഏതില്ല. വെറുപ്പിന്റെ കമ്പോളങ്ങൾ നമ്മ നിരന്ന് കിടന്നതാണ്.
അതിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നേതാക്കന്മാർ ചൊല്ലണം ഇത് നിർണായക നിമിഷമാണ്, പരസ്പരം ചെളിവാറിയവരുടെ സമയമില്ല, നമുക്ക് രാഷ്ട്രീയം പയ്യെ കളിക്കില്ല, ഇപ്പൊ തൽക്കാലം ഇനി കൊണ്ട് മുന്നിലേക്ക് പോകാനാണ്. ഞങ്ങൾ എന്തായാലും ഇതൊരു ശ്രമം നടത്തേണ്ട, എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കണ്ടേ. വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞാൽ പലരും മെസ്സേജ് ലൈക്കുണ്ടേ, നല്ല റെസ്പോൺസ് ഉണ്ടായ വെരി ഹാപ്പി. പക്ഷെ അതിനുള്ള പോസിറ്റീവും നെഗറ്റീവും ചിലരുണ്ട്, എനിക്ക് ഇപ്പോഴാണ് നേരം വിളത്ത്, എനിക്ക് ഇപ്പോഴാണ് അങ്ങനെ ആയത് ഇങ്ങനെ ആയത്. അപ്പൊ ഇതിനോട് പറയാനുള്ള, ഒരു യൂട്യൂബ് ചാനൽ എടുത്താൽ അറ്റ്ലീസ്റ്റ് ഈ ചാനൽ എപ്പോഴാണ് തുടയത് എന്നെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് 2017 സെപ്റ്റംബറിൽ തുടങ്ങിയതാണ്. ലക്ഷദ്വീപിലെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടും പറച്ചിലും ഉണ്ടായി. പലപ്പോഴും ഇലക്ഷൻ പ്രചരണത്തിന് ഓരോ അങ്ങേയും ലാക്ട്യൂബിന് വീഡിയോസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും ഫുഡിയുള്ളതാണ്. ഇതിനിടയ്ക്ക് വിഷയം നാം പറഞ്ഞതേ ഉള്ളേ, അതായത് പറയാനുള്ള കാരണം അവർക്ക് ഒരു വീഡിയോ ഇറങ്ങേണ്ടത്തേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം പറയേണ്ടത്തേക്ക് നേരത്തെ ഒരു സംശയദൃഷ്ടിയോടെ നോക്കുകയും എന്താണ് ഉദ്ദേശം എന്ന് ചിന്തിക്കുകയും എല്ലാം ഇത് വളരെ എന്നല്ല, ഇതിനുള്ള ഏതും ഇല്ല. വീഡിയോ ഇറക്കേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളെ കൂടെ പറയാനുള്ള വിഷയം പറയേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനിടയിൽ ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചതേ ഉള്ളൂ, കാരണം ഒരുപാട് റെസ്പോൺസ് അതിന് വന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളൊരു ശ്രമമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് റീച്ച് ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലക്ഷദ്വീപിലെ എന്നുള്ള ആളുകൾ ഐക്യപ്പെടുക, ഒരു ഐക്യ ലക്ഷദ്വീപ് എന്നുള്ള സ്വപ്നം നമ്മൾ എല്ലാവരും സ്വപ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവ എല്ലാ കാലം ഒന്നിച്ചു പോകണമെന്നും വല്ല രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് തന്നെ പ്രവർത്തിക്കണം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു നിർണായക നിമിഷത്തിൽ ഒരു ദിവസം എല്ലാവരും ഒപ്പിച്ച് തൈക്കൊണ്ട ഒരു ആഗ്രഹമാണ് ഇത്. തന്നെ മാത്രം ആഗ്രഹമില്ല, നമ്മ ഒരു ടീമുണ്ട്, അവൾ ആഗ്രഹമാണ്. അതിനാ കൂടെ എന്നുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു ആഗ്രഹത്തോടുകൂടി ചേരുമെന്ന് വിചാരിക്കണ്ടേ. അപ്പൊ എന്നുള്ള വളരെ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നുണ്ട്.